भाई फुल टैंक ज़्यादा प्रेशर मत डालो, इस पर एक कम भी ഉണ്ട്, ऐसा आएगा. ഇന്ന് ആക്ച്വലി നമ്മൾ ചുരം കയറി ഒരു ചായ കുടിക്കാൻ പോവാണ്. നമ്മളെടുത്ത് KTM 390 ആണുള്ളത്. ഞാൻ ഇന്നലെ രാത്രി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ലിവറൊക്കെ പിടിക്കാൻ. പിന്നെയാണ് മനസ്സിലായത് സാധനം അഡ്ജസ്റ്റബിൾ ആണെന്ന്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ആക്ച്വലി ഒരു കാര്യത്തിനും കൂടിയാണ് കൊണ്ടുപോകുന്നത്, മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ കറൻ്റ് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്, ട്രിപ്പൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ചുരം കയറി ഒരു 50-55 കിലോമീറ്ററൊക്കെ എത്തുന്ന സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ റിട്ടേൺ അടിക്കും. എവിടെയാണോ 50 എത്തുന്നത് അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ അടിക്കും. എന്നിട്ട് നമുക്ക് മൈലേജ് കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ പഴയ പോലെയല്ല. ഒന്നാമത് നമ്മൾ 390ലാണ് കൊടുത്തു കഴിഞ്ഞാൽ 60-70 കയറുന്ന അറിയില്ല. ക്യാമറാസ് ഇപ്പം ആക്റ്റീവാണ്, AI ക്യാമറാസൊക്കെ ആക്റ്റീവാണ്. സോ പയ്യെ പോകണം, അടിച്ച് മിന്നിച്ച് പോകാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ചെറിയ സീൻസൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഭയങ്കര ടോർക്കാണ് കേട്ടോ. ലൈക്ക് ഓരോ ഗിയർ മാറ്റുമ്പോഴും ഞാൻ ലിറ്ററലി ബാക്കോട്ട് പുള്ളാവുന്നുണ്ട്, ഈച്ച് ആൻഡ് എവറി ഗിയറിൽ കേട്ടോ. അത് നോർമലി ഒരു ബൈക്സും എനിക്ക് തന്നിട്ടില്ല അങ്ങനത്തെ ഒരു പവർ. ഇതിൻ്റെ അകത്ത് ന്യൂട്രൽ കണ്ടുപിടിക്കാൻ ഞാൻ തളർന്നു. കുറച്ച് നേരമായി തപ്പണ്, അവസാനം സിഗ്നൽ വരെ പച്ചയായി. 390 ADVക്ക് ത്രോട്ടൽ വയറിന് പകരം ത്രോട്ടലിൽ സെൻസറാണ് വരുന്നത്. ഞാൻ സത്യം പറയില്ല, അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ പുസ്തകമൊന്നും ഞാൻ വായിച്ച് നോക്കിയിട്ടേ ഇല്ല. 390ൻ്റെ റിവ്യൂ ആക്ച്വലി ഞാൻ കണ്ടിട്ടുമില്ല ഇതുവരെ. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നിട്ട് ഈ വണ്ടി എടുത്ത് ഞാൻ പോകുന്നുണ്ട്. ബട്ട് എന്നാലും നമ്മളെ മെയിൻ പേർപ്പസ് മൈലേജ് ടെസ്റ്റാണ്, അത് വേറെ കാര്യം. ഇതൊരു 55-60 മെയിൻറ്റെയിൻ ചെയ്യാൻ സീനാട്ടോ സ്പീഡ്. കാരണം ഈ വണ്ടി സ്പീഡ് പോകുന്നത് നമ്മൾ അറിയില്ല. ഇങ്ങനെ കൊടുത്ത് പയ്യെ നമ്മളെ ലൈക്ക് വണ്ടിക്ക് ഒരു സീനും ഇല്ല കൊടുക്കുന്ന സമയത്ത്. കൊടുത്തൊന്ന് നോർമൽ ഒന്ന് താഴോട്ട് നോക്കുമ്പോഴേക്കും വണ്ടി 70-75 പോകണം. പക്ഷേ നമുക്ക് ആ ഫീല് തോന്നൂല്ല അത്രയും സ്പീഡ് പോണത്. ഞാനിങ്ങനെ ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് ഇങ്ങനെ പോകാം, നാട്ടുകാരെയും ഷോ ഓഫ് ചെയ്ത്. KTM പിന്നെ ഷോ ഓഫ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓറഞ്ചും ബ്ലാക്കും ദൂരം ഏതൊരു ദൂരം നോക്കിയാലും കാണും വണ്ടി. ഒരു പിക്ക് എടുക്കണമല്ലോ എവിടുന്നേലും. വെയിലൊക്കെ വരുന്ന സ്പോട്ട് ഉണ്ടായിരുന്നു മരത്തിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവിടെ നിർത്തി ഒരു പിക്കൊക്കെ എടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ KSRTC ഒക്കെ വരുമ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിൽ നിന്നൊരു ഭയം. എന്തായാലും നമ്മളെ മൈലേജ് ടെസ്റ്റിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി ഞാൻ 4th ഗിയറിലായിരിക്കും കണ്ടിന്യൂസ് ക്രൂസിങ്. ഒരു 50-55 ആ റേഞ്ചിൽ എങ്ങട്ടാ വേട്ടാവളെ പോകണം. എടോ സൈഡിൽ നിന്ന് വരുന്നവർക്ക് മിനിമം ഒരു കോമൺ സെൻസ് വേണം, അപ്പുറം നിന്ന് വണ്ടി വരുന്നുള്ളത്. പവർ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ ഒരു ഇച്ചിരി സ്റ്റിഫായിട്ട് എനിക്ക് തോന്നുന്നു. ലൈക്ക് റോഡ് ടൂറിംഗ് ഒക്കെ നൈസാണ്, സീനില്ല. ഓഫ് റോഡൊക്കെ എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആണെങ്കിൽ നൈസായിരിക്കും. ഇവിടെ നമുക്ക് നല്ല കുട്ടിയാകും. മേലെ ക്യാമറ ഉണ്ട്. ഇവിടെ നമ്മൾ 30ൻ്റെ താഴെ KTM 390 വെച്ച് 30-39 അത് വിട്ടൊരു കളിയില്ല. ഇത്രയൊക്കെ പോകണമെന്നൊക്കെ ഇഴയുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടിക്ക് സീറ്റായിട്ടുണ്ട്. എക്സ്പൾസിൽ ആക്ച്വലി നമ്മളെ സീറ്റ് ഒരിച്ച് നേരമാണ് മുമ്പോട്ട്. അതുകൊണ്ട് എനിക്ക് കാല് കുറച്ചുകൂടെ നന്നായിട്ട് കുത്തും. പക്ഷേ ഇതിൽ എനിക്ക് ഇച്ചിരി കൂടെ ഏന്തി നിൽക്കണം കുത്തണമെങ്കിൽ. അതുകൊണ്ട് വണ്ടി എടുക്കുന്നവർ എന്തായാലും ടെസ്റ്റ് റൈഡ് ഓടിക്കണം കേട്ടോ. വേറൊരു ADV ഓടിച്ചിട്ടുണ്ട്, അതെനിക്ക് കാലെത്തുമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. കാരണം സീറ്റിൻ്റെ വിഡ്ത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കാലെത്തുന്ന രീതിയെല്ലാം വ്യത്യാസം വരും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. റൈഡ് കംഫർട്ടൊക്കെ നൈസാണ്, സെറ്റാണ്. പക്ഷേ സീറ്റാണ് സീന്. സീറ്റ് എനിക്ക് എൻ്റെ എക്സ്പൾസിൻ്റെ സീറ്റ് പോലെയാണ് തോന്നുന്നത്, പലക പോലെ. നല്ല ഉള്ള പറയണല്ലോ. അപ്പോൾ അതിപ്പം അയ്യോ 25 അതെന്താ. ഒന്നാമത്തെ കാര്യം വിട്ടുപോയി. 1 മാസം നിർത്തിയിട്ട വണ്ടിയാണ്. അപ്പം ഇന്നലെയൊക്കെ ഇച്ചിരി മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം മിസ്സിങ് ഇല്ലയെന്നല്ല, മിസ്സിങ് ഉണ്ട്, പക്ഷേ കുറവുണ്ട്. ഇപ്പോൾ വലിയ സീനില്ല. ഇവിടെ ഇപ്പോൾ വിഷയമില്ല. അവന് ഈ TFT ഡിസ്പ്ലേന് ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട്, വെള്ളം കയറാതെ നിൽക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും നൈസാണ്. കുറച്ച് ഹെവി ആയിട്ട് പൈസ കൊടുത്ത് വണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യമൊക്കെ നല്ലപോലെ നോക്കണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊന്നും പിടയ്ക്കും. എൻ്റെ വണ്ടിക്കും PPF ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. വൈറ്റാണ്, നോക്കാം. ഈ 200cc എന്നൊക്കെ
ഡയറക്റ്റായിട്ട് 390cc കയറുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഞാൻ പറഞ്ഞ ത്രോട്ടിൽ കൊടുക്കുമ്പം മൈൽഡായിട്ട് കൊടുക്കുക. ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരു കൺട്രോൾ വിട്ടൊരു പോക്കങ്ങ് പോകും. KTM ബൈക്സ് ഇച്ചിരി സീനാണ്. കാരണം നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കില്ല ഇത്ര പവർ വണ്ടിക്ക് ഉണ്ട്, നമ്മളങ്ങ് കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫുൾ ഫോഴ്സിൽ ബാക്കോട്ട് വരുമ്പം പെട്ടെന്ന് നമുക്ക് ത്രോട്ടിൽ റിലീസ് ചെയ്യാൻ കഴിയില്ല, കാരണം ആ ഫോഴ്സ് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒന്ന് നിൽക്കാറുണ്ട്. എൻ്റെ മോനെ കുട്ട അവിടെ നിൽക്കണേ. എനിക്ക് വണ്ടി നിർത്തുമ്പോൾ റോഡ് സൈഡിൽ എന്താ സീനെന്ന് അറിയോ, ഒരു പേടി. നമ്മൾ നിർത്തുന്ന ഓക്കെ ആയിരിക്കും, പക്ഷെ അവിടെ നിന്നിട്ട് വരുന്ന വണ്ടി നോക്കി വന്നിട്ടില്ലെങ്കിൽ 3G ആവും. അപ്പോൾ ഇവിടെ ഒരു കൊച്ചു ഹാങ് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്നതാണ്. ആ സൈഡിലേക്ക് ഇരുന്ന് വൈബാക്കി അങ്ങ് പോവാം. മഴയത്ത് ഇവിടെ അടിപൊളി കേട്ടോ, നല്ല രസമാണ്. ഈശ്വര, പാലം കുറച്ച് ഓൾഡാണ്, സെറ്റാണ്. പക്ഷേ മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നത് മഴയത്താണ്. സോ ഞാൻ എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് അങ്ങോട്ട് എത്താനുള്ളതാണ്. വേണമെങ്കിൽ താഴെ വരെ പോയി വന്നാലോ അല്ലേ. ഇവിടെ ആക്ച്വലി ഈ ലെവൽ വരെ വെള്ളം വരുന്ന, ഇന്നിപ്പോൾ ഇത്രയുള്ള വെള്ളം കണ്ട. എന്തേ മേലെ ബ്രിഡ്ജ്, വെള്ളം ഇച്ചിരി അലമ്പാണ് കേട്ടോ. ഉള്ളത് പറയണ എന്താ, ബാക്കിലെ ടയറിന് അത്യാവശ്യം ഒരു വീതിയും ഗ്രിപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കോണറൊക്കെ ചെയ്യുന്നതിന് വലിയ സീനൊന്നുമില്ല. പക്ഷേ എന്നാലും ഒന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. സ്പോർട്സ് ബൈക്ക് പോലൊന്നും ലൈക്ക് R15 അങ്ങനെയൊക്കെ ഒന്ന് എടുക്കാതെ ഒരു മയത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ വൃത്തിയിലങ്ങ് എടുത്ത് പോവാം. നമ്മളെ മുന്നിലൊരു തമിഴ്നാട് വണ്ടി പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയില്ല. ഡോമിനാറാണ്, ഫുൾ സാഡിൽ സ്റ്റേയും ക്രാഷ് കാർഡൊക്കെ കയറ്റിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവരെ ഒന്ന് ഓവർടേക്ക് ചെയ്യണമല്ലോ. ടോട്ടൽ ഫുൾ റേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട് അത്. ആക്ച്വലി അത് 440 കാണിക്കുന്നത്. ബാറ്ററി ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, ഡേറ്റ്, ട്രിപ്പ് ടൈം ടേക്കണെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഫുൾ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ ഈ സൈഡിൽ നമുക്ക് റൈഡ് മോഡ് കാണിക്കും, ABS ഓണാണോ ഓഫാണോ എന്ന് കാണിക്കും, ട്രാക്ഷൻ കൺട്രോൾ ഓണാണോ ഓഫാണോ എന്ന് കാണിക്കും. ഓക്കെ, ഓഫ് റോഡ് പോകുമ്പം ഓഫാക്കാനും അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടിക്ക്. പിന്നെ ഓഫ് റോഡ് പോയി കഴിയുന്ന സമയത്ത് വണ്ടി ഓഫായി പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് മുതൽ ഇതൊക്കെ ചെയ്യണം. കോളേജ് വിട്ട് മോനെ. ചുരം കയറിക്കൊണ്ട് നിൽക്കുവാണ്. ഈ വളവെന്നൊക്കെ എടുക്കാനൊരു പേടിയാണ്. എന്താ അറിയോ, അവിടെ നിന്ന് അങ്ങനെ വണ്ടി വന്ന ചുരം ആക്ച്വലി എത്ര പോയാലും അടുക്കാത്തൊരു സംഭവമാണ്. ഇച്ചിരി ഡേഞ്ചറസ് ആണ്. എപ്പോഴാണ് കല്ല് എവിടുന്ന എങ്ങനെയാണ് വരിക എന്ന് ആർക്കും അറിയില്ല. അതൊരു സീനാണ്. പക്ഷേ എന്താ പറയുക, ഒരു മൈൻഡ് റിഫ്രഷിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ചുരം എന്ന് പറയുന്നത്. ഓരോ കേവ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ആക്ച്വലി നൈസാണ്. പിന്നെ ചുരത്തിന് ബ്ലോക്ക് കുടിക്കാൻ മൂഞ്ചി പോട്ടോ, അത് വേറെ കാര്യം. അപ്പം ഈ നൈസും വൈബും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ കയറാം. ദിസ് സ്പോട്ട് പടച്ചോനെ
ഇതിങ്ങനെ നിർത്താനൊക്കെ നല്ല സുഖമാണ്, പക്ഷേ തിരിച്ചെടുക്കാൻ പ്രശ്നമാവും. ചേട്ട് ഒരു കട്ടൻ KTM ഫാൻസ്. എനിക്ക് വയ്യാടെ നല്ല രസം കിട്ടും. ഓ താങ്ക് യു. അവിടെ ഫുള്ള് ഫില്ലായി പെട്ടച്ചോനെ. ലേ കെട്ടണ എന്താ KTM. ഞാനിവിടെ പോയിരിക്കും, ഇവിടെ ഇരിക്കാം. അപ്പം എന്തായാലും കട്ടൺ അടിച്ചിട്ട് ബാക്കി കാണാം. ഓ അവിടെ ഇരിക്കുന്ന സ്പോട്ടുണ്ടോ, ഞാനിപ്പോഴാണ് കണ്ടിട്ടോ. നമ്മളിവിടെ വരിക, കട്ടൺ എടുക്കുക, നേരെ അവിടെ പോയിരിക്കുക, അതന്നെയല്ലേ നോർമലി ചെയ്യുക. സോ എനിവേ കട്ടൻ കുടിച്ചിട്ട് കാണാം. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കറൻ്റിൽ നമ്മൾ 48.9 കിലോമീറ്റേഴ്സാണ്. എന്തായാലും നമുക്ക് ആ ലക്കടി വ്യൂ പോയിൻറ്റും കൂടെ പോയിട്ട് തിരിയാം. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, ഇനിയിപ്പോൾ അവിടം വരെ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ. രണ്ട് ലോറി കമ്മിങ്. ഓരോ വളവിലും ബസ് കിടക്കുന്നുണ്ടല്ലോ. ഇവിടെതാ ഒരു വണ്ടി, നമ്മൾ നേരത്തെ ആ വളവിലൊന്ന് കണ്ട്. എന്തുവാ അത്? കുരങ്ങന്മാർ കഥ. ഇതാണ് വൈബ് എന്നൊക്കെ പറയണേ. ഫാമിലി ആയിട്ട് വന്ന് ഓഹോ നല്ല ബിരിയാണിയുടെ മണം. മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ദേ ഈ ഒരു റൂട്ടാണ്, ഈ ഒരു ചെറിയൊരു റൂട്ട്. നല്ല രസമാണ് മഴ പെയ്യണ സമയത്ത് ഈ സ്ഥലം. ആ ഒരു കൊച്ചു സ്പോട്ട്. കുറേ കാലമായി ബ്രോ ഒരു ഫോഗൊക്കെ കിട്ടിയിട്ട്. എത്രയും നേരം അവസാനം കിട്ടിയത് നമ്മൾ ആ ബാംഗ്ലൂർ റൈഡിലാണ് ഫോഗ് കിട്ടി. അതിനുശേഷം പ്രോപ്പർ ഇങ്ങനെ മേത്തടിച്ച് പോണ ഒരു ഫോഗ് ഉണ്ടല്ലോ, അത് കുറച്ചായി കിട്ടിയിട്ട്. അപ്പോൾ എനിവേ നമ്മളെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആംബുലൻസും ബസ് ബ്രേക്ക് ഡൗണും അങ്ങനത്തെ അല്ലറ ചില്ലറ വൃത്തികെട്ട പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്. പട്ടച്ചോനെ ലോറി എങ്ങനെയല്ലോ അവിടെ എത്തണം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇന്ന് വെയിലുണ്ട്, പക്ഷെ എന്നാലും ഇവിടെ വലിയ കുഴപ്പമില്ല. കറൻ്റ്ലി നമ്മളൊരു 55 കിലോമീറ്റേഴ്സ് എക്സാക്ട്ലി ഓടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു 55 ഓടും. അപ്പം എന്നിട്ട് നമ്മളെ മൈലേജ് നോക്കാം. ഞാൻ എന്തായാലും ഇവിടുന്ന് തെറിക്കട്ടെ.
നമ്മളെ കൂടെ ഒരു RC കൂടെ ഉണ്ടായിരുന്നു മുമ്പിൽ. ആ RC ആണ് അവിടെ കിടക്കുന്നത്. അങ്ങോട്ട് കയറുന്നില്ല, ഇവിടെ നിന്ന് തന്നെ യൂട്ടേൺ അടിച്ച് എസ്കേപ്പ് ഇടാം. പടച്ചോനെ, ഞാൻ ചുരത്തിലൊന്നും നിർത്താത്തതാണ്. ആകെ നമ്മളെ മെയിൻ പോയിൻറ്റ്സിലേക്കാണ് നിർത്താറ്. പക്ഷേ വേറെയും ഇതുപോലെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് ഇറങ്ങി നിന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കാണാവുന്ന സ്ഥലങ്ങൾ തന്നെയുള്ളൂ. നോക്കി കാടൊക്കെ നോക്കി, എന്ത് രസമല്ലേ ഉള്ളിൽ, നല്ല രസമായിരിക്കും. പാമ്പ്, പഴുതാര, അങ്ങനെ പലവിധ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ടോ. ചുരം ഇറങ്ങട്ടെ. ഇനി നമുക്ക് എന്തായാലും പെട്രോൾ പമ്പിൽ വെച്ച് കാണാം. അടുത്ത ഡയറക്റ്റ് മൈലേജിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് ആ റൂട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ. അതുവഴി ഒന്ന് ഇറങ്ങി നോക്കിയാൽ, അതുവഴി പോയിട്ടില്ല. ഇറങ്ങണ സമയത്ത് നമ്മൾ മറ്റേ റൂട്ട് തന്നെയാണ് പോവാറ്. ഈ റൂട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. എടാ കൊച്ചേർക്ക, KTM പയ്യെ പോകാൻ തീരെ താല്പര്യമില്ല കേട്ടോ. ഈ വഴി പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, നമ്മളെ ചുരം തന്നെയാണ്. വൈബ് പിടിക്കണമെങ്കിൽ ചുരം പിടിച്ചാൽ മതി. ഇതെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിളൊക്കെ പറയണമെങ്കിൽ നമ്മളെ ഗൂഗിൾ മാപ്പ് ബൈക്ക് മോഡിലിട്ട് വഴി ഏറ്റിച്ച് കൊണ്ടുവരില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. കുറച്ചൊരു കുഴപ്പമില്ല. ഇപ്പോൾ കറൻ്റ്ലി 101 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത കാണുന്ന പെട്രോൾ പമ്പ് കയറും, എന്നിട്ട് ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 2 കട്ട കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാം. മതി 2.79 ലിറ്റേഴ്സാണ് എടുത്തത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മൈലേജ് കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വണ്ടി നമ്മൾ ഓടിയത് ടോട്ടൽ കിലോമീറ്റേഴ്സ് 102.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്നാൽ പിടിച്ചോ. നമ്മളിനി ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. കാൽക്കുലേറ്റർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നോക്കാം, നോക്കട്ടെ, അല്ല ഇങ്ങനെ വെക്കാം. അപ്പം 102.5 അതാണ് നമ്മൾ ഓടിയത്. നമ്മൾ അടിച്ച പെട്രോൾ എത്ര ലിറ്ററാന്ന് വെച്ചാൽ 2.79 ലിറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡാം ഐ സീരിയസ് 36.7 ആണ് പെർ ലിറ്ററിന് നമ്മുടെ 390 തരുന്നത്. 36.7 ലിറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി എങ്ങനെയാണ് ഓടിച്ചതെന്ന് വെച്ചാൽ പ്രോപ്പർലി 50-55 റേഞ്ചിലാണ് ഓടിച്ചത്. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ചെറുതായിട്ട് മുരടിയിട്ടുണ്ട്. ആ സമയങ്ങൾ മാത്രമേ മുരടാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഫുള്ള് 50-55 കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഓടിച്ചത്. അത് ആക്ച്വലി ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാനും ഒരു 30-31 പ്രതീക്ഷിച്ചത്. നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നല്ല വെയിൽ വരുന്നുണ്ട്. ഈ സാധനം ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചർമ്മം കറുത്ത് പോവും. സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Like the video, share the video, subscribe. Goodbye.